2021 NDA A എക്സാമിന് ചോദിച്ച സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The value of x satisfying the equation log sin x to the base cos x. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? log sin x to the base cos x equal to 1 where 0 less than x less than pi by 2 is. 0ക്കും 90ക്കും ഇടയിലാണ് എക്സിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇത് ലോഗരിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. ഏത് ചാപ്റ്ററിലെ ചോദ്യമാണ് ഇതെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് ലോഗരിതം എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ പഠിക്കുന്നുണ്ട്. അവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ എല്ലാം ബേസ് ഇ ആയിട്ടുള്ള LOG ലോഗരിതം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോമൺ ലോഗരിതം അഥവാ നാച്ചുറൽ ലോഗരിതം, ടൈപ്സ് ഓഫ് ലോഗരിതം, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് കൺസെപ്റ്റ്സ് ഒന്നും നിങ്ങൾക്ക് അവിടെ പഠിക്കാനില്ല. പക്ഷേ ഇതെല്ലാം തന്നെ NDA പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഭവമാണ് ലോഗ് A ടു ദ ബേസ് B എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ മാത്രം നിങ്ങൾ പക്കയായിട്ട് ഇപ്പോൾ പഠിച്ചു വയ്ക്കുക. അത് റിലേറ്റ് ചെയ്ത് ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം എല്ലാ വർഷവും NDAക്ക് വരാറുണ്ട്. ആ 2 ചോദ്യങ്ങൾ 2021 ചോദിച്ച ആ 2 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലോഗ് A ടു ദ ബേസ് B എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോഗ് A ഡിവൈഡഡ് ബൈ ലോഗ് B ആണ്. ലോഗ് A ടു ദ ബേസ് B എന്താണ്? ലോഗ് A ബൈ ലോഗ് B ആണ്. അപ്പോൾ അതനുസരിച്ച് ലോഗ് സൈൻ എക്സ് ടു ദ ബേസ് കോസ് എക്സ് ആണെങ്കിൽ ആൻസർ എന്താ വരിക? ലോഗ് സൈൻ എക്സ് ബൈ ലോഗ് കോസ് എക്സ്. ലോഗ് സൈൻ എക്സ് ബൈ എന്താണ്? ലോഗ് കോസ് എക്സ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതിയെടുക്കുക. ലോഗ് സൈൻ എക്സ് ടു ദ ബേസ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ലോഗ് A ടു ദ ബേസ് B ആണെങ്കിൽ ലോഗ് A ബൈ ലോഗ് B ആണ്. സോ ലോഗ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് കോസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. അവിടുന്ന് ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ് കിട്ടും. ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ്. ലോഗ് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ലോഗ് A ഈക്വൽ ടു ലോഗ് B ആണെന്നുണ്ടെങ്കിൽ ലോഗ് A ഈസ് ഈക്വൽ ടു ലോഗ് B ആണെന്നുണ്ടെങ്കിൽ A ഈസ് ഈക്വൽ ടു എന്താവണം? B ആവണം. അതാണ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആയത്. സോ സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആകുന്ന ആംഗിൾ ഏതാണ്? 45 ഡിഗ്രി. എല്ലാവർക്കും അറിയാം സൈൻ 45 ആണ് 1/√2, കോസ് 45 ആണ് 1/√2. സൈനും കോസും സെയിം ആവുന്ന ആംഗിൾ ഏതാണ്? 45 ഡിഗ്രി. ഇവിടെ വെച്ച് തന്നെ എക്സ് ഈക്വൽ ടു π/4 എന്ന് എഴുതാം. ആ π/4 0ക്കും 90ക്കും ഇടയിലാണ്. 45 0ക്കും 90ക്കും ഇടയിലാണ്. അക്സെപ്റ്റബിൾ സൊല്യൂഷൻ ആണ്. ഇനി ഇങ്ങനെ ഇവിടെ വെച്ച് നോക്കി പറയാൻ ബുദ്ധിമുട്ടുള്ളവർ കോസ് എക്സിനെ താഴെ എടുക്കാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 45 ഡിഗ്രി. ടാൻ ഏത് ആംഗിൾ ആണ് ഉത്തരം 1 വരിക? ടാൻ 45 ഡിഗ്രി. 45യുടെ കറസ്പോണ്ടിങ് റേഡിയൻ എന്താണ്? π/4. സോ ഓപ്ഷൻ C π/4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.